ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മറ്റൊരു ബൈക്ക് ട്രിപ്പിലാണ്. നമ്മൾ വന്ന വണ്ടികളൊക്കെ പിന്നിലിരിപ്പുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് പാഞ്ചാലിമേടിന് തൊട്ടടുത്താണ്. അപ്പോൾ പാഞ്ചാലിമേടിന് തൊട്ടടുത്ത് നല്ലൊരു കിട്ടിലൻ ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഹോം സ്റ്റേയുടെ മുന്നിലും പിന്നിലും ഒക്കെ കാഴ്ചകളാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ഒരു കുഞ്ഞു ഹോം സ്റ്റേ. അപ്പോൾ ഇവിടെ മുകളിലും താഴെയായിട്ടൊക്കെ മുറികളുണ്ട്. ഈ ഒരു കുഞ്ഞു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളും ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. റോഡ് സൈഡ് അതാണ് കേട്ടോ. റോഡ് സൈഡിൽ നിന്ന് കുറച്ചൊന്നുള്ളിലോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ആ ഒരു സൈസും ഷേപ്പും ഒക്കെ. മുകളിലും താഴെയും റൂംസ് ഉണ്ട്. നമുക്ക് മുകളിലത്തെ റൂം തന്നെ കിട്ടി. ഇനി അകത്തെ കാഴ്ചകളും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. എങ്ങനെയുണ്ട് ഇത് കണ്ടോ? മുകളിൽ നമുക്ക് ഒരു ഡെക്ക് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നേരെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. രണ്ട് ഡോറുണ്ടല്ലോ, കൊള്ളാം. ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം, ചായയൊക്കെ കുടിക്കാം, കട്ടൻ ചായ കുടിക്കാം. ഇത് കണ്ടോ, കിട്ടില്ലൻ കാഴ്ചകൾ, കിട്ടില്ലൻ വ്യൂ. ആക്ച്വലി കുറേ ഭാഗം ഫോറസ്റ്റ് ഏരിയ ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ അടുത്തൊക്കെ ആനയൊക്കെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ഫീലൊക്കെ കിട്ടും ഇവിടെ. കൊള്ളാം. വലിയ അത്യാവശ്യത്തിന് പ്രൈവസി ഉണ്ട്. ഇഷ്ടംപോലെ കിളിയുള്ള സൗണ്ട് കേൾക്കാം കേട്ടോ. ശബരിമലയൊക്കെ അതിൻ്റെ ആ ഭാഗത്തേക്ക് വരും. നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ അടുത്ത് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്ത്. അവിടെ നിന്നും കുറച്ചും കൂടെ നമ്മൾ ദൂരത്തേക്ക് വന്നിട്ടുണ്ട്. മുകളിലും എന്താണ് സെറ്റപ്പ് എന്ന് നോക്കാം. ഇവിടെ ഫാനാണുള്ളത് അല്ലേ? ഓക്കെ, ഇവിടെ രാവിലേക്ക് ഇത്തിരി ചൂടായിരിക്കും, പക്ഷേ താഴെ AC ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ജനലൊക്കെ തുറക്കാം. ഇതാണ് ഇവിടുത്തെ വ്യൂ കണ്ടുകൊണ്ട് വേണമെങ്കിൽ എണീക്കാം. അങ്ങോട്ട് തയ്ച്ച ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. ബേസിക് അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ടവൽസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, വലിയ സ്പേസ് ഒന്നുമില്ല. കാരണം ഇതൊരു ചെറിയൊരു A-frame കോട്ടേജ് സെറ്റപ്പാണ്. അതുപോലെ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള നൈറ്റിലെ ആംബിയൻസ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട്. കിടിലൻ ആംബിയൻസ്. അവിടെയൊക്കെ ഫോഗ് മൂടി. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ മാത്രം വന്നിട്ടില്ല. അതെ, എന്തായാലും ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളി കിടിലൻ ആംബിയൻസ് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്, പക്ഷേ ശക്തിയായിട്ട് പെയ്തിട്ടില്ല. മേ ബി ഫോഗിൽ നിന്ന് വരുന്നതായിരിക്കുമല്ലേ, ആ മിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള അതിരാവിലെയുള്ള കാഴ്ചകൾ കേട്ടോ. സമയം രാവിലെ 6:30. ഇത് അവിടെയൊക്കെ കോടമഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ട്, നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇത് കണങ്ങവയൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതായത് പാഞ്ചാലിമേട് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ കാണുന്ന എനിക്കൊന്ന് നമ്മുടെ കുട്ടിക്കാനത്തേക്കൊക്കെ പോകുന്ന ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഈ മലനിരകൾ ഏതാണെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ശബരിമലയൊക്കെ ഇതിന് അടുത്താണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും, പക്ഷേ അല്ലാതെ ഈ മലനിരകളുടെ അടുത്ത് തന്നെയാണ് ശബരിമലയൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ വ്യൂസാണ്. നമുക്കിനി രാവിലെ തന്നെ പാഞ്ചാലിമേട് ഒന്ന് പോയി നോക്കണം. അവിടുത്തെ വ്യൂസ് എന്താണെന്ന് പറയണം. കാരണം ഇത് തൊട്ടടുത്താണ്. പാഞ്ചാലിമേട് നിങ്ങൾക്ക് അറിയായിരിക്കും, രാവിലെ 6:30 തന്നെ തുറക്കും. നമ്മൾ രാവിലെ അതിരാവിലെ തന്നെ പാഞ്ചാലിമേട് എത്തിയിരിക്കുന്ന സമയം 7 മണി ആവുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ മൂടൽ മഞ്ഞ കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നവംബർ സെക്കൻഡ് വീക്കാണ്. പക്ഷേ നല്ല കിടിലൻ മഞ്ഞ്. ഇവിടെ തന്നെ ഒരു കുരിശൊക്കെയാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും കോടമഞ്ഞ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അടിപൊളി. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുക്കാം. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റ് റേറ്റ്സ് കാണിച്ചാൽ ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്താണ് കഫറ്റീരിയൊക്കെ ഉള്ളത് കേട്ടോ. ഒരു ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതാ ഈ കല്ലിട്ട റോഡിൽ കൂടെ അങ്ങറ്റം വരെ പോകാം. അതല്ലെങ്കിൽ ഈ കുറച്ചുകൂടെ അഡ്വഞ്ചർ വേണമെങ്കിൽ ഈ മല വഴിയും കയറി പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുരിശുമലയും ഇപ്പുറത്ത് മുകളിലൊരു അമ്പലമുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് മാറ്റങ്ങൾ കേട്ടോ. ഇവിടെ ഒരു ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. കൊള്ളാം. ഞാൻ ഇത്രയും മൂടൽമെന്നുള്ള സമയത്ത് പാഞ്ചാലിമേട് കയറിയിട്ടില്ല കേട്ടോ. അടിപൊളി ഫീലാണ്.
അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ റാബ് വാലി ഹോം സ്റ്റേ, ഈ ഒരു കുഞ്ഞു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലുണ്ടായിരുന്നത്. നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഇവിടുത്തെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമ്മൾ ജസ്റ്റ് പാഞ്ചാലിമേടൊക്കെ പോയിട്ട് വന്നു. അതുപോലെ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആസ് യൂഷ്വൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലാണ്. നമ്മുടെ തൊട്ടുപിന്നിൽ കണ്ടതോ അവിടെയൊക്കെ കോടമഞ്ഞുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. കിടിലം ഹോം സ്റ്റേ ആണ്. ആദ്യമേ റേറ്റ് പറയാം. ഞങ്ങൾക്കായത് 5000 രൂപയാണ് 3 പേർക്ക്. 3 പേരിൽ എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് വെച്ചിട്ട് 800 രൂപ വെച്ചാവും തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്, 800 രൂപയാണ് അതിൻ്റെ റേറ്റ്. നിങ്ങൾ താല്പര്യമുള്ളവർ വിളിച്ചു ചോദിക്കുക. അപ്പോൾ എന്തായാലും 3 പേർക്ക് 5000 രൂപയാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആംബിയൻസ് തന്നെയാണ്. കിടിലം ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ വന്നത് നവംബർ മാസത്തിലാണ്, നവംബർ സെക്കൻഡ് വീക്കെൻഡാണ്. ഇവിടെ പാഞ്ചാലിമേടും ഈ ഏരിയ ഒക്കെ നല്ല കോടമഞ്ഞായിരുന്നു. ഇന്നലെ ഒരു ചെറിയ മഴയും പെയ്തു, അതുകൊണ്ടായിരിക്കണം നല്ല കോട കൂടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇതുവരെയും വെയിൽ കണ്ടിട്ടില്ല. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് കുറച്ച് വെയിലുണ്ടായിരുന്നു. പക്ഷേ അല്ല, ക്ലൈമറ്റ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ ഈ വ്യൂ, ഈ ഒരു എ ഫ്രെയിം കോട്ടേജിൻ്റെ മുമ്പിലുള്ളൊരു വ്യൂ അപാര വ്യൂ തന്നെയാണ്. ഫോറസ്റ്റ് ഏരിയയാണ് പലതും അവിടെ കാണുന്നത്. നമ്മൾ പാഞ്ചാലിമേടും കഴിഞ്ഞ് കുറേ മുൻപിലോട്ട് വരണം മുണ്ടക്കയത്ത് നിന്ന് വരുമ്പോൾ. ഇവിടുത്തെ അടുത്തുള്ള സ്പോട്ടുകളെന്ന് പറയുന്നത് ഒന്ന് പാഞ്ചാലിമേടുണ്ട്, പിന്നെ നമുക്ക് കുട്ടിക്കാനത്തെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ പോകാം കുട്ടിക്കാനത്ത് പോയി കഴിഞ്ഞാൽ. പിന്നെ നല്ല കിടിലം കെയർ ടേക്കറാണ്. ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ്. ഞങ്ങൾ ഇന്നലെ ഡിന്നർ ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. നല്ല അടിപൊളി കെയർ ടേക്കർ ചേട്ടനാ കേട്ടോ, അതെടുത്ത് പറയണം. പുള്ളി എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചത്. പുള്ളി ഏകദേശം രാത്രി ഒരു 10 മണി വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെയല്ല, ഇവിടെ തൊട്ട് ഫ്രണ്ടിലൊരു ചെറിയൊരു വീട് പോലെയുണ്ട്, അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, മൊത്തത്തിലുള്ള സർവീസും കാര്യങ്ങളും ഇവിടുന്ന് ബുക്ക് ചെയ്യുന്ന തൊട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ വേറെ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല ഇതുവരെ. സാറിന് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവൊക്കെ പറയാൻ കാണും, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ ചിലർക്ക് ഈ ഒരു റേറ്റ് ചിലപ്പോൾ ഇത്തിരി ബഡ്ജറ്റഡ് ആയിട്ടൊന്നും തോന്നത്തില്ല. എനിക്ക് വൃത്തിയായിട്ട് തന്നെയാണ് തോന്നിയത്. 5000-ലും കുറച്ച് നമ്മൾ ഒരിക്കലും ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയില്ല, കാരണം 5000-ലും കുറച്ച് 3 പേർക്കൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നുള്ള സ്റ്റേ പോലും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ്, ഇത്രയും ഫ്രണ്ടിൽ നല്ല കിടിലം വ്യൂവും കിടിലം ഒരു കാണാനൊരു ലുക്കൊക്കെ ഉള്ളൊരു എ ഫ്രെയിം കോട്ടേജും ഒക്കെ ഉള്ള ഇതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ വൃത്തി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പെറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ താഴെ താമസിക്കുന്ന ഫാമിലി അവരുടെ ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പെറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസൊക്കെ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ താല്പര്യമുള്ളവർ വിളിച്ച് ചോദിച്ചോളുക. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ റാബ് വാലി ഹോം സ്റ്റേയുടെ കുഞ്ഞു വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ധാരാളം യാത്രാ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.